കേരളത്തിൽ BJP എങ്ങനെ വളരണമെന്നല്ലേ? തിരുനാവായയിൽ നടക്കാനുണ്ടായിരുന്ന കുംഭമേള സർക്കാർ തടഞ്ഞു. നിങ്ങൾ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെ എതിർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിരോധിക്കുന്നത് ഹിന്ദു ധർമ്മത്തെയാണ്. അത് തന്നെ തിരിച്ചടിക്കും നിങ്ങളെ. അത് നിങ്ങൾ മറക്കുകയാണ്. അത് ഇനി ഓർത്താൽ നന്ദി. വേണ്ട അനുമതികളില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പോയി അതിനെ തടയുക. അല്ലാണ്ട് 19-ാം തീയതി നടക്കുന്ന പരിപാടിനെ 13-ാം തീയതി പോയിട്ടോ അല്ലെങ്കിൽ 12-ാം തീയതി പോയിട്ടല്ല തടയുക. ഇതാണ് പ്രശ്നം. ഇങ്ങനെ തന്നെയാണ് തൃശ്ശൂർ പൂരത്തിനും പ്രശ്നം ഉണ്ടാക്കിയത്. ഇതേപോലെ തന്നെ ശബരിമലയും പ്രശ്നം ഉണ്ടാക്കിയത്. ഇപ്പം അമ്പലക്കൊള്ള. അപ്പോൾ ഞാനിപ്പോൾ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ഹിന്ദു ധർമ്മത്തെ കൊള്ളയടിക്കാനും അവഹേളിക്കാനും നോക്കുമ്പോൾ നിഷ്പക്ഷരായ ഹിന്ദുക്കളുണ്ട്, അവിശ്വാസികളായ ഹിന്ദുക്കളുണ്ട്. അവരൊക്കെ ചിന്തിക്കും, ആ ചിന്ത മാറിപ്പോവും. അതിന് പിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊരു സ്ഥലത്ത് പ്രീണിപ്പിക്കും, മറ്റേ സ്ഥലത്ത് എല്ലാം അവഹേളിക്കും. മറ്റവരെ പ്രീണിപ്പിക്കണം, ഇവരെ അവഹേളിക്കണം എന്നില്ല. ഇനി ഞാൻ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെ ഹിന്ദുക്കളോടും കൂടി പറയണം, അടിമകളായ പാർട്ടി അടിമകളായിട്ടുള്ള ഹിന്ദുക്കൾ, സംഘികളായ ഹിന്ദുക്കൾ, കുങ്ങികളായ ഹിന്ദുക്കൾ, കമ്മികളായ ഹിന്ദുക്കൾ, നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങളുടെ തലയിലാണ്, നിങ്ങളുടെ മനസ്സിലാണ്. അത് വ്യക്തിപരമാണ്. ധർമ്മം എന്ന് പറയുന്നത്, വിശ്വാസം പറയുന്നത് എല്ലാ ഹിന്ദുക്കളുടെയാണ്. അതിൻ്റെ അട്ടിപ്പേരവകാശം നമ്മൾ ഒരാൾക്കും കൊടുത്തിട്ടില്ല. അപ്പോൾ അതിനെതിരെ വരുമ്പോൾ നമ്മൾ എല്ലാവരും ഒന്നിച്ച് നിൽക്കണം. രാഷ്ട്രീയം പറയുമ്പോൾ നിങ്ങൾ അവനവന് വേണ്ടവർക്ക് വോട്ട് ചെയ്യും. അതിനല്ലേ ജനാധിപത്യം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വോട്ട് ചെയ്യാനുള്ള സംവിധാനം. ഒരു സനാതന സംരക്ഷണം എന്ന് പറയുന്നതിൻ്റെ ശബ്ദമായി മാറുന്നിടത്തു നിന്നാണ് ആളുകൾ ആ ഒരു പക്ഷത്തേക്ക് ചേരുന്നത്. അത് മനസ്സിലാക്കാനുള്ള ബോധം ഈ രണ്ട് മുന്നണികൾക്കും ഇല്ല. അതിന് ഞാൻ ഇപ്പം തന്നെ പറയാം. അത് ഞാൻ പറഞ്ഞു, ഹിന്ദു ധർമ്മത്തെയാണ് നമ്മൾ എതിർക്കുന്നത്, പൊളിറ്റിക്കൽ ഹിന്ദുത്വമാണ് എതിർക്കുന്നത് വിചാരിച്ചു. ഇതേപോലെ തന്നെയാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിനെയാണ് നമ്മൾ എതിർക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇസ്ലാം മതത്തെ നമ്മൾ എതിർക്കരുത്. ഹിന്ദു ധർമ്മവും ഇസ്ലാം മതവും അതേപോലെ ക്രിസ്ത്യൻ മതവും എല്ലാം നിലനിൽക്കുന്നത് നമ്മുടെ ആവശ്യമാണ്. ഈ മതേതരത്വ സംസ്ഥാനത്തിൻ്റെ ആവശ്യമാണ്. ഇത് മനസ്സിലാക്കാൻ ബോധമുള്ള ഒരു രാഷ്ട്രീയ സംഭവമാണ്. വികസനത്തിനോടൊപ്പം തന്നെ അവനവൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ നിയോഗിക്കാനുള്ള അവകാശങ്ങളാണ് ജനാധിപത്യത്തിൽ കിട്ടേണ്ടത്. അങ്ങനെ ഒരു സമൂഹമായി നമ്മൾ നിലനിൽക്കണം. ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ കാരണമാണ് ഓരോ സമയത്തും നമ്മൾ എങ്ങനെയാണ് ആളുകളെ റാഡിക്കലൈസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കണം. അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. അതേപോലെ ആളുകൾക്ക് ബുദ്ധി ബോധമുണ്ടാവണം. നമ്മുടെ മതം, നമ്മുടെ ഭക്ഷണം, നമ്മുടെ രാഷ്ട്രീയം ഇതൊക്കെ വ്യക്തിപരമാണ്. പക്ഷെ ധർമ്മം, മതം, വിശ്വാസം എന്നൊക്കെ പറയുമ്പോൾ അത് പൊതുസ്വത്താണ്. അതിനെ ഒരിക്കലും നമുക്ക് അവഹേളിക്കാൻ സമ്മതിക്കാൻ പറ്റില്ല. ഇത് മനസ്സിലായവർക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ തെറി വിളിക്കുന്നവർക്ക് തെറി വിളിക്കാം. നന്ദി, നമസ്കാരം.